പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ സെഷനിൽ നമ്മൾ കോഹോർട്ട് സ്റ്റഡീസിനെ കുറിച്ച്, അതായത് കോഹോർട്ട് സ്റ്റഡീസ് വിശദമായി പഠിക്കാൻ പോവുകയാണ്. ഇത് ശരിക്കും ഒരു വലിയ സിനിമ സംവിധാനം ചെയ്യുന്നത് പോലെയാണ്, അല്ലേ? അതെ, നല്ലൊരു താരതമ്യമാണ്. സാധാരണ നമ്മളെ രോഗം വന്നവരെക്കുറിച്ചല്ലേ പഠിക്കാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. രോഗം വരാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളെ ഒരു ഡോക്യുമെന്ററി പോലെ വർഷങ്ങളോളം നമ്മൾ പിന്തുടരുകയാണ്. അതായത് ഒരു കാരണത്തിൽ നിന്ന്, കോസിൽ നിന്ന് തുടങ്ങി അതിന്റെ ഫലം, ഇഫക്റ്റ് എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിന്റെ പിന്നിലെ കഥയൊന്ന് പൊളിച്ചടുക്കിയാലോ? തീർച്ചയായും. ഇവിടെ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം ഒരു രോഗത്തിന് കാരണമാകുന്നു എന്ന് ഏറ്റവും ശക്തമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു പഠന രീതിയാണിത്. ഓക്കെ. പുകവലി ശ്വാസകോശ അർബുദത്തിന് കാരണമാകും എന്ന് ഇന്ന് നമ്മൾ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് യാദൃച്ഛികമായിട്ടല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ഇത്തരം സ്റ്റഡികൾ തന്ന ഉറച്ച തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ അതെ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ഓരോ ആശയവും വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോ ആദ്യം തന്നെ തുടങ്ങാം. ഈ കൊഹോട്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. എന്താണിതിന്റെ യഥാർത്ഥ അർത്ഥം? വളരെ ലളിതമാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരേപോലെയുള്ള സ്വഭാവങ്ങളോ അനുഭവങ്ങളോ പങ്കിടുന്ന ഒരു കൂട്ടം ആളുകൾ. അതാണൊരു കോഹോട്ട്. ഉദാഹരണത്തിന് ഇപ്പോ 1990-ൽ ജനിച്ച എല്ലാവരും, അവരൊരു ബേർത്ത് കോഹോട്ടാണ്. ബേർത്ത് കോഹോട്ട് അല്ലെങ്കിൽ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അവിടെ ജീവിച്ചിരുന്നവർ, അതൊരു കോഹോട്ടാണ്. അത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫാക്ടറിയിലെ ഒരു രാസവസ്തുവുമായി സമ്പർക്കത്തിൽ വന്ന തൊഴിലാളികൾ, അവരൊരു എക്സ്പോഷർ കോഹോർട്ടാണ്. എക്സ്പോഷർ കോഹോർട്ട് ഇവർക്കെല്ലാം ഒരു പൊതുവായ അനുഭവമുണ്ട്. ഓക്കെ. അപ്പോൾ ഒരേ അനുഭവം പങ്കുവെക്കുന്ന ഒരു ഗ്രൂപ്പ്, മനസ്സിലായി. ഈ പഠനത്തിന് മറ്റു പല പേരുകളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നല്ല ചോദ്യമാണ്. ഇതിനെ പ്രോസ്പെക്റ്റീവ് സ്റ്റഡി, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി, പിന്നെ ഇൻസിഡന്റ് സ്റ്റഡി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓ, പല പേരുകളുണ്ടല്ലേ? അതെ, ഓരോ പേരും ഇതിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് കാണിക്കുന്നത്. പ്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയെ നിരീക്ഷിക്കുന്നു, അതായത് മുന്നോട്ട് നോക്കുന്നു. ശരി. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ കാലത്തിലൂടെ, അതായത് വർഷങ്ങളോളം ഈ പഠനം നീണ്ടു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇൻസിഡന്റ് സ്റ്റഡി എന്ന് പറയാനൊരു കാരണമുണ്ട്. അതെന്താണ്? കാരണം ഈ പഠനത്തിലൂടെ ഒരു ഗ്രൂപ്പിൽ പുതുതായി എത്ര രോഗങ്ങൾ, അതായത് ന്യൂ കേസസ് അല്ലെങ്കിൽ ഇൻസിഡൻസ് വരുന്നു എന്ന് നമുക്ക് നേരിട്ട് കണക്കാക്കാൻ സാധിക്കും. ഓക്കെ. കേസ് കൺട്രോൾ സ്റ്റഡീസ് ഇതിനെ എപ്പോഴും താരതമ്യം ചെയ്യാറുണ്ടല്ലോ. അവിടെയല്ലേ നമ്മളൊരു ഡിറ്റക്റ്റീവിനെ പോലെ പിന്നോട്ടു പോയി കാരണം കണ്ടെത്തുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? കൃത്യം. കേസ് കൺട്രോൾ സ്റ്റഡി ഒരു കോൾഡ് കേസ് അന്വേഷണം പോലെയാണ്. കുറ്റകൃത്യം, അതായത് രോഗം നടന്നതിന് ശേഷം നമ്മൾ അവിടെ എത്തുന്നു. എന്നിട്ട് തെളിവുകൾ പരിശോധിച്ച് ഭൂതകാലത്തേക്ക് യാത്ര ചെയ്ത് കുറ്റവാളിയെ, അതായത് കാരണം, കണ്ടെത്താൻ ശ്രമിക്കുന്നു. ശരി. എന്നാൽ കൊഹോർട്ട് സ്റ്റഡിയിൽ നമ്മൾ കുറ്റകൃത്യം നടക്കുന്നതിന് മുൻപേ അവിടെയുണ്ട്. നമ്മൾ സംശയിക്കുന്ന ഒരാളെ, ഉദാഹരണത്തിന് പുകവലിക്കുന്നവർ, അവരെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. ഓക്കെ. അതോടൊപ്പം നിരപരാധിയായ മറ്റൊരാളെയും പുകവലിക്കാത്തവരെയും നിരീക്ഷിക്കുന്നു. എന്നിട്ട് വർഷങ്ങളോളം കാത്തിരുന്ന് ആര് കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നു. അതായത് കോസിൽ നിന്നു തുടങ്ങി ഇഫക്റ്റിനായി കാത്തിരിക്കുന്നു. ഇത് കേട്ടിട്ട് വളരെ സങ്കീർണവും ചെലവേറിയതുമായ ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. പതിറ്റാണ്ടുകളോളം ആയിരക്കണക്കിന് ആളുകളെ പിന്തുടരുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധ്വാനമല്ലേ? എന്തിനാണ് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്? എപ്പോഴാണ് ഒരു കൊഹോർട്ട് സ്റ്റഡി നടത്താൻ തീരുമാനിക്കുന്നത്? തീർച്ചയായും ഇതൊരു വലിയ മുതൽമുടക്കാണ്. അതുകൊണ്ട് ഒരു 4 പ്രധാന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇതിന് മുതിരുന്നത്. ഓക്കെ. എന്തൊക്കെയാണത്? ഒന്ന്, ഒരു കാരണവും രോഗവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് മറ്റു പഠനങ്ങളിൽ നിന്ന്, ഒരുപക്ഷേ കേസ് കൺട്രോൾ സ്റ്റഡികളിൽ നിന്ന് ശക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ആ സൂചനയൊന്നുറപ്പിക്കാൻ. ശരി. രണ്ടാമത്തേതോ? 2, നമ്മൾ പഠിക്കുന്ന എക്സ്പോഷർ വളരെ അപൂർവമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പ്രത്യേകതരം റബ്ബർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരിൽ ക്യാൻസർ സാധ്യതയുണ്ടോ എന്ന് പഠിക്കാൻ ആ ഫാക്ടറി തൊഴിലാളികളെ തന്നെ കോഹോട്ടായി എടുക്കുന്നത് എളുപ്പമാണ്. അതെ, ശരിയാണ്. അപ്പോൾ ആളുകളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയോ
പഠനത്തിനിടയിൽ ഒരുപാട് പേർ താമസം മാറുകയോ അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാലോ? അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് മൂന്നാമത്തെ പ്രധാന കാര്യമാണ്. പഠനത്തിൽ പങ്കെടുക്കുന്നവരെ വർഷങ്ങളോളം പിന്തുടരാൻ, ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. പഠനത്തിനിടയിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടാൽ അതിനെ നമ്മൾ അട്രിഷൻ എന്ന് പറയും. ഇത് സംഭവിച്ചാൽ പഠനത്തിന്റെ ഫലം തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കേ. നാലാമത്തേത് വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ്. ഈ പഠനം പൂർത്തിയാക്കാൻ ആവശ്യമായ പണവും സമയവും നമ്മുടെ കയ്യിൽ വേണം. ഇത് സാധാരണ വ്യക്തികൾക്ക് നടത്താൻ കഴിയുന്ന ഒന്നല്ല. വലിയ സ്ഥാപനങ്ങൾക്കോ സർക്കാരുകൾക്കും മാത്രമേ സാധിക്കൂ. അതായത് 30-40 വർഷം കാത്തിരിക്കുക തന്നെ വേണോ? ഇതിൽ വല്ല കുറുക്കുവഴികളുമുണ്ടോ? ഉണ്ട്. അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഇത് സമയം വെച്ചുള്ള ഒരു കളിയാണ്. നമുക്ക് 3 തരത്തിൽ ഈ പഠനം നടത്താം. ആഹാ, അതെങ്ങനെ? ഒന്നാമത്തേത് നമ്മൾ ഇതുവരെ സംസാരിച്ച ആ ലൈവ് ഷോ തന്നെയായിരിക്കുമല്ലേ, പ്രോസ്പെക്റ്റീവ് കോഹോർട്ട് സ്റ്റഡി? അതെ, പ്രോസ്പെക്റ്റീവ് കോഹോർട്ട് സ്റ്റഡി. ഇതിൽ നമ്മൾ ഒരു സിനിമ ഇന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. 2025-ൽ പുകവലിക്കുന്നവരെയും വലിക്കാത്തവരെയും തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് 2055 വരെ, അതായത് അടുത്ത 30 വർഷം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ തത്സമയം നിരീക്ഷിക്കുന്നു. ഓരോ വർഷവും അവരെ പരിശോധിച്ച് ഡേറ്റ ശേഖരിക്കുന്നു. ഇത് ഏറ്റവും വിശ്വസനീയമായ രീതിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സമയവും പണവും ഇതിനു വേണം. അപ്പോ എന്താണ് ആ കുറുക്കുവഴി? റെട്രോസ്പെക്റ്റീവ് കൊഹോർട്ട് സ്റ്റഡി. റെട്രോസ്പെക്റ്റീവ് കൊഹോർട്ട് സ്റ്റഡി എന്നാണോ അതിനെ പറയുന്നത്? പേര് കേൾക്കുമ്പോൾ പിന്നോട്ടു പോകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. അതാണ്. ഇതിനെ ഒരു ഹിസ്റ്റോറിക്കൽ റീപ്ലേ എന്ന് പറയാം. ഹിസ്റ്റോറിക്കൽ റീപ്ലേ. ഇവിടെ നമ്മളൊരു ടൈം ട്രാവൽ നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ. ടൈം ട്രാവലോ? അതെ. അതായത് ഇന്ന് 2025-ൽ നിന്നുകൊണ്ട് ഒരു ഫാക്ടറിയിലെ 1995-ലെ മെഡിക്കൽ റെക്കോർഡുകളും ജോലിരേഖകളും ഒക്കെ നമ്മൾ പൊടി തട്ടിയെടുക്കുന്നു. ഓക്കെ. എന്നിട്ടോ? അതിൽ നിന്ന് അന്ന് ഒരു പ്രത്യേക കെമിക്കലുമായി സമ്പർക്കം വന്നവരെയും, അതായത് എക്സ്പോസ്ഡ് ഗ്രൂപ്പ്, വരാത്തവരെയും നോൺ എക്സ്പോസ്ഡ് ഗ്രൂപ്പ് കണ്ടെത്തുന്നു. എന്നിട്ട് 1995 മുതൽ ഇന്നുവരെ 2025 വരെ അവർക്ക് എന്തു രോഗങ്ങൾ വന്നു എന്ന് ഇപ്പോഴത്തെ ആശുപത്രി രേഖകൾ വെച്ച് കണ്ടെത്തുന്നു. കൊള്ളാമല്ലോ. അപ്പോൾ 30 വർഷം കാത്തിരിക്കേണ്ടൊരു പഠനം നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നു. ഇതൊരു റിസർച്ച് ലൈഫ് ഹാക്ക് പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം, വേഗത. ഇതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പഴയ രേഖകളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ആ രേഖകൾ കൃത്യമല്ലെങ്കിലോ, പല വിവരങ്ങളും അതിലില്ലെങ്കിലോ നമ്മുടെ പഠനത്തിന്റെ വിശ്വാസ്യത കുറയും. ശരിയാണ്. ഇനി മൂന്നാമത്തെ ഒരു തരമുണ്ട്, ആംബിസ്പെക്റ്റീവ് സ്റ്റഡി. ആംബിസ്പെക്റ്റീവ്? അതെ, ഇത് രണ്ടിന്റെയും ഒരു മിശ്രിതമാണ്. പഴയ രേഖകൾ ഉപയോഗിച്ച് പഠനം തുടങ്ങുന്നു, അതേ ആളുകളെ തന്നെ ഭാവിയിലേക്കും പിന്തുടരുന്നു. ഒരു കോമ്പിനേഷൻ. ഓക്കെ. അപ്പോൾ ഒരു കോഹോർട്ട് സ്റ്റഡി നടത്താൻ തീരുമാനിച്ചാൽ അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു പാചകക്കുറിപ്പ് പോലെ കൃത്യമായ സ്റ്റെപ്പുകളുണ്ടാകുമല്ലോ. തീർച്ചയായും. പ്രധാനമായും 5 ഘടകങ്ങളാണുള്ളത്. ഓരോന്നും വളരെ പ്രധാനമാണ്. ആദ്യത്തേത് പഠനത്തിനുള്ള ആളുകളെ തിരഞ്ഞെടുക്കലാണ്. സെലക്ഷൻ ഓഫ് സ്റ്റഡി സബ്ജക്ട്സ്. അവരെവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്? 2 വഴികളുണ്ട്. ഒന്ന്, ജനറൽ പോപ്പുലേഷൻ. നമ്മൾ പഠിക്കുന്ന എക്സ്പോഷർ വളരെ സാധാരണമാണെങ്കിൽ, ഉദാഹരണത്തിന് കാപ്പി കുടിക്കുന്നത് കൊളസ്ട്രോളിനെ ബാധിക്കുമോ എന്ന് പഠിക്കാൻ ഒരു ഗ്രാമത്തിലെ എല്ലാവരെയും പഠനത്തിൽ ഉൾപ്പെടുത്താം. ഫ്രാമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. രണ്ടാമത്തെ രീതി, പ്രത്യേക ഗ്രൂപ്പുകളെ, സ്പെഷ്യൽ ഗ്രൂപ്പ്സ് തിരഞ്ഞെടുക്കുക എന്നതാണ്. ഡോക്ടർമാർ, നഴ്സുമാർ അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റുകൾ പോലുള്ള പ്രത്യേക എക്സ്പോഷറുള്ള ഗ്രൂപ്പുകൾ. അവരെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടോ? ഉണ്ട്. ഇവരെ വർഷങ്ങളോളം പിന്തുടരാൻ എളുപ്പമാണ്. അവർക്ക് കൃത്യമായ തൊഴിൽ രേഖകളുണ്ടാകും. അപ്പോൾ ഫോളോ അപ്പ് എളുപ്പമാകും. ശരി. ആളുകളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് അവരിൽ ആർക്കൊക്കെ എക്സ്പോഷർ കിട്ടി എന്ന് കണ്ടെത്തുകയായിരിക്കും അല്ലേ? പക്ഷെ അത് എങ്ങനെ കൃത്യമായി അറിയാൻ പറ്റും? ഒരാൾ എത്ര സിഗരറ്റ് വലിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം കെമിക്കലുമായി സമ്പർക്കത്തിൽ വന്നു എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ അളക്കുക? അത് രണ്ടാം ഘട്ടമാണ്. എക്സ്പോഷറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കൽ, ഒബ്റ്റെയിനിങ് ഡാറ്റ ഓൺ എക്സ്പോഷർ. ഇതിനായി പല വഴികളുണ്ട്. അതായത് വ്യക്തിപരമായ അഭിമുഖങ്ങൾ നടത്താം, ചോദ്യാവലികൾ നൽകാം, അല്ലെങ്കിൽ പഴയ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച് കൊളസ്ട്രോളിന്റെ അളവ് കണ്ടെത്താം. ചിലപ്പോൾ രക്തസമ്മർദ്ദം പോലുള്ള മെഡിക്കൽ പരിശോധനകൾ നടത്താം.
ഒരു ഫാക്ടറിയിലെ വായുവിൽ കെമിക്കലിന്റെ അളവ് പരിശോധിക്കുന്നത് പോലുള്ള പാരിസ്ഥിതിക സർവേകൾ, എൻവയോൺമെന്റൽ സർവേസ് വരെ നടത്താറുണ്ട്. ഓ, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. അതെ, ലക്ഷ്യം ഒന്നുമാത്രം: എക്സ്പോഷറിനെ കഴിയുന്നത്ര കൃത്യമായി അളക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പോഷർ ഉള്ള ഒരു ഗ്രൂപ്പ് കിട്ടി. ഇനി അവരെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുക? അതാണല്ലോ പ്രധാനം. അതാണ് മൂന്നാം ഘട്ടം: താരതമ്യത്തിനുള്ള ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കൽ, സെലക്ഷൻ ഓഫ് കമ്പാരിസൺ ഗ്രൂപ്പ്സ്. ഇവിടെ 3 വഴികളുണ്ട്. ഏറ്റവും നല്ല രീതി ഇന്റേണൽ കമ്പാരിസനാണ്. ഇന്റേണൽ കമ്പാരിസൺ തന്നെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരേ ഫാക്ടറിയിലെ കഠിനമായി പുകവലിക്കുന്നവർ, കുറച്ചു വലിക്കുന്നവർ, വലിക്കാത്തവർ എന്നിങ്ങനെ. അപ്പൊ അവര് മറ്റു പല കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കുമല്ലേ? അതെ, സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലൊക്കെ അവർക്ക് സാമ്യമുണ്ടാകും. ഇത് പഠനത്തെ കൂടുതൽ കൃത്യമാക്കും. പക്ഷേ എല്ലാവരും എക്സ്പോഷറുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിലോ? ഉദാഹരണത്തിന്, നിങ്ങൾ നേരത്തെ പറഞ്ഞ യുറേനിയം ഖനിത്തൊഴിലാളികൾ. അവരെല്ലാവർക്കും റേഡിയേഷൻ ഏൽക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ എന്തു ചെയ്യും? ആ സാഹചര്യത്തിൽ നമ്മൾ എക്സ്റ്റേണൽ കമ്പാരിസൺ നടത്തും. അതായത്, പഠനത്തിലുള്ള ഗ്രൂപ്പിനെ പുറത്തുള്ള ഒരു ഗ്രൂപ്പുമായി താരതമ്യം ചെയ്യും. ഉദാഹരണത്തിന്, എക്സ്റേ എക്സ്പോഷറുള്ള റേഡിയോളജിസ്റ്റുകളെ അത്ര എക്സ്പോഷർ ഇല്ലാത്ത നേത്രരോഗ വിദഗ്ധരുമായി താരതമ്യം ചെയ്യുന്നതുപോലെ. അതും സാധ്യമല്ലെങ്കിലോ? യുറേനിയം ഖനിത്തൊഴിലാളികളുടെ മരണനിരക്ക് അവർ താമസിക്കുന്ന പ്രദേശത്തെ പൊതുജനങ്ങളുടെ മരണനിരക്കുമായി താരതമ്യം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്തു, എക്സ്പോഷർ അളന്നു, താരതമ്യ ഗ്രൂപ്പിനെയും കണ്ടെത്തി. ഇനി ആ മാരത്തോൺ ഓട്ടം തുടങ്ങുകയാണല്ലേ, ഫോളോ അപ്പ്. അതെ, 4ാം ഘട്ടം: ഫോളോ അപ്പ്. ഇതാണ് ഒരു കോഹോർട്ട് സ്റ്റഡിയിലെ ഏറ്റവും ശ്രമകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ഭാഗം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനായി കൃത്യമായ ഇടവേളകളിലുള്ള മെഡിക്കൽ പരിശോധനകൾ, ഫോൺ കോളുകൾ, പോസ്റ്റ് വഴി അയക്കുന്ന ചോദ്യാവലികൾ, ആശുപത്രി രേഖകൾ, മരണ രജിസ്റ്ററുകൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നു. ഇവിടെ പ്രധാന ലക്ഷ്യം ഒരു 95% ഫോളോ അപ്പ് എങ്കിലും നിലനിർത്തുക എന്നതാണ്. അത്രയും വേണോ? വേണം. അതിൽ കൂടുതൽ ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടാൽ പഠനത്തിന്റെ വിശ്വാസ്യതയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ ഇത്രയും വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഡാറ്റ എല്ലാം കിട്ടി. ഇനി അവസാന ഘട്ടം: വിശകലനം, അനാലിസിസ്. ഇവിടെ ആണല്ലോ നമ്പറുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. അതെ, ഇവിടെയാണ് കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. ആദ്യം നമ്മൾ ഇൻസിഡൻസ് നിരക്കുകൾ, ഇൻസിഡൻസ് റേറ്റ്സ് കണക്കാക്കുന്നു. അതായത് ഓരോ ഗ്രൂപ്പിലും പുതുതായി എത്ര പേർക്ക് രോഗം വന്നു എന്ന്. അതെ, നമ്മുടെ പഴയ ഉദാഹരണം എടുക്കാം. പുകയില ചവയ്ക്കുന്ന 10,000 പേരിൽ 45 പേർക്ക് വായിൽ ക്യാൻസർ വന്നു. അതായത് 1000-ൽ 4.5 പേർക്ക്. ചവയ്ക്കാത്ത 10,000 പേരിൽ 5 പേർക്കേ വന്നുള്ളൂ. അതായത് 1000-ൽ 0.5 പേർക്ക്. ഓക്കെ, ഈ 2 നമ്പറുകൾ കിട്ടിയാൽ പിന്നെ എന്തു ചെയ്യും? 4.5 എന്നത് 0.5നേക്കാൾ കൂടുതലാണെന്ന് വ്യക്തമാണ്. പക്ഷേ ആ ബന്ധത്തിന്റെ ശക്തിയെ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? അതിനാണ് നമ്മൾ റിസ്ക് കണക്കാക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് റിസ്ക്. ഇവിടെ 2 പ്രധാന അളവുകളുണ്ട്. ആദ്യത്തേത് റിലേറ്റീവ് റിസ്ക് RR. ഇതിനെ റിസ്ക് റേഷ്യോ എന്നും പറയും. റിസ്ക് റേഷ്യോ അതെന്താ കാണിക്കുന്നത്? എക്സ്പോഷർ ഉള്ള ഗ്രൂപ്പിന് ഇല്ലാത്ത ഗ്രൂപ്പിനേക്കാൾ എത്ര മടങ്ങ് അധികം രോഗസാധ്യതയുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ഇതിന്റെ ഫോർമുല ലളിതമാണ്: ഇൻസിഡൻസ് ഇൻ എക്സ്പോസ്ഡ് ഹരിക്കണം ഇൻസിഡൻസ് ഇൻ നോൺ എക്സ്പോസ്ഡ്. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ 4.5നെ 0.5 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 9 എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം ഇതാണ്: പുകയില ചവയ്ക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ 9 മടങ്ങ് വായിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. 9 മടങ്ങോ? ഭയങ്കരം. അതെ, ഇത് വെറുമൊരു കണക്കല്ല. ആ ശീലത്തിന്റെ ഭീകരതയെ ഒറ്റയടിക്ക് കാണിച്ചു തരുന്നൊരു സംഖ്യയാണത്. ശരിയാണ്. അപ്പോൾ അടുത്ത അളവോ? ആട്രിബ്യൂട്ടബിൾ റിസ്ക്, AR. അതെന്താണ്? ആട്രിബ്യൂട്ടബിൾ റിസ്ക് ഒരു ഡോക്ടറോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനോ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അതെന്താണ് ആ ചോദ്യം? ഈ പുകയില ചവയ്ക്കുന്ന ശീലം നമുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാൻസർ കേസുകളിൽ എത്ര ശതമാനം ഇല്ലാതാകുന്നായിരുന്നു? അതായത് ആ ശീലം കൊണ്ട് മാത്രം എത്ര രോഗമുണ്ടായി എന്നത് കാണിക്കുന്നു. അപ്പോ ഇത് ആ ശീലത്തിന്റെ ഇമ്പാക്റ്റാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്? അതിന്റെ ഫോർമുല ഇതാണ്: ഇൻസിഡൻസ് ഇൻ എക്സ്പോസ്ഡിൽ നിന്ന് ഇൻസിഡൻസ് ഇൻ നോൺ എക്സ്പോസ്ഡ് കുറയ്ക്കുക, ആ കിട്ടുന്ന ഉത്തരത്തെ ഇൻസിഡൻസ് ഇൻ എക്സ്പോസ്ഡ് കൊണ്ട് ഹരിക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. ഓ,
നമ്മുടെ ഉദാഹരണത്തിൽ ഇത് 4.5 0.5 ഹരിക്കണം 4.5 × 100, അതായത് 88.9% എന്ന് വരും. 88.9%. അതെ, ഇതിന്റെ അർത്ഥം ഇതാണ്. പുകയില ചവയ്ക്കുന്നവരിൽ കാണുന്ന വായിലെ ക്യാൻസറുകളിൽ ഏകദേശം 89%വും ആ ശീലം കൊണ്ട് മാത്രം വന്നതാണ്. ആ ശീലം ഒഴിവാക്കിയാൽ അത്രയും ക്യാൻസർ കേസുകൾ നമുക്ക് തടയാൻ സാധിക്കും. വളരെ വ്യക്തമായി. അപ്പോൾ കോഹോർട്ട് സ്റ്റഡി എന്ന മാരത്തണിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേസ് കൺട്രോൾ സ്റ്റഡികൾ വേഗതയേറിയതും ചെലവ് കുറഞ്ഞതുമാണ്. അപൂർവ രോഗങ്ങൾ, റെയർ ഡിസീസസ് പഠിക്കാൻ മികച്ചതാണ്. എന്നാൽ കോഹോർട്ട് സ്റ്റഡികളാണ് അപൂർവ എക്സ്പോഷറുകൾ, റെയർ എക്സ്പോഷേഴ്സ് പഠിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ കോഹോർട്ട് സ്റ്റഡികൾ മെഡിക്കൽ ഗവേഷണത്തിലെ ഒരു മാരത്തോൺ ഓട്ടം തന്നെയാണ്. ഒരുപാട് സമയമെടുക്കും, പണച്ചെലവുണ്ട്, പക്ഷേ ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ശക്തമായ തെളിവുകളാണ്. അതെ. ഒരു കാര്യം മറ്റൊന്നിന് കാരണമാകുന്നുണ്ടോ എന്ന് സംശയലേശമന്യേ പറയാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അതെ. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക ചോദ്യം ഉയർത്തുന്നുണ്ട്. ഓ, അതെന്താണ്? നിങ്ങളൊരു കോഹോർട്ട് സ്റ്റഡി തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എക്സ്പോഷർ വളരെ അപകടകരമാണെന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചു എന്ന് കരുതുക. പക്ഷെ പഠനം പൂർത്തിയാകാൻ ഇനിയും 25 വർഷം ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ സിനിമയുടെ ക്ലൈമാക്സ് വരെ കാത്തിരിക്കുമോ, അതോ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുമോ? ഗവേഷകർ നിരന്തരം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ്.